In this session, we shall come to the unit 3 of module 5. So, this unit deals with accounts and records that should be maintained by a registered person. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്തൊക്കെ അക്കൗണ്ടുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ റെക്കോർഡ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പം ആസ് പെർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലോ, all registered persons are liable to keep and maintain certain books of accounts and other records. GST നിയമപ്രകാരം എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും ചില നിശ്ചിത ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ, certain books of accounts and records has to be kept. അപ്പം ഇത് സൂക്ഷിക്കേണ്ടത് എവിടെയായിരിക്കും? രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ അയാളുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആ പ്ലേസിൽ ചില റെക്കോർഡ്സും അക്കൗണ്ട്സും ബുക്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് GST നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. Then accounts to be maintained by a registered person, section 35 and rule 56. CGST Act section 35 and CGST rule 56 ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഏതൊക്കെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺ ഷുഡ് മെയിൻറ്റെയിൻ ദി പ്രിസ്ക്രൈബ് ബുക്സ്. ഇപ്പം ഏത് പ്രിസ്ക്രൈബ് ബുക്സാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് റെക്കോർഡ്സ് ഇറ്റ് ഇസ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. അത് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും CGST ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള അക്കൗണ്ട്സും അക്കൗണ്ട് ബുക്കുകളും റെക്കോർഡ്സും അയാളുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി ഒന്നിലധികം സ്ഥലങ്ങളിൽ ബിസിനസ് ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ ആ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ പ്രകാരം പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സും മറ്റ് ബ്രാഞ്ചുകളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ then the accounts relating to each place of business shall be kept as place of business. അപ്പം ഓരോ പ്ലേസ് ഓഫ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സും അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സും അതാത് പ്ലേസിൽ വേണം സൂക്ഷിക്കാനായിട്ട്. പ്രധാനമായിട്ട് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സും അവിടെ ബുക്സും റെക്കോർഡ്സും ഒക്കെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ ആ പ്ലേസസിലുള്ള ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ബുക്സും റെക്കോർഡ്സും ഒക്കെ അവിടങ്ങളിലാണ് സൂക്ഷിക്കേണ്ടത്. Then the registered person may keep and maintain the accounts in electronic form. CGST ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും അക്കൗണ്ടുകൾ ഇലക്ട്രോണിക് ഫോർമാറ്റിലും കൂടെ സൂക്ഷിച്ചിരിക്കണം. മാനുവൽ അക്കൗണ്ടിങ് അക്കൗണ്ട് ബുക്കുകൾ സൂക്ഷിച്ചാൽ മാത്രം പോരാ, ഇവയെല്ലാം തന്നെ എന്താ ഇലക്ട്രോണിക് ഫോർമാറ്റിലും സൂക്ഷിച്ചിരിക്കണം. ദി അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ് ഷുഡ് ഡെപ്പിക്ട് ദി പ്രോപ്പർ ആൻഡ് ആക്യുറേറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദി ഫോളോയിങ്. ഈ അക്കൗണ്ടുകളും റെക്കോർഡും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കേണ്ടത്? പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദി പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്, ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദി ഇൻവേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്, ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദി ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്, then details regarding stock of goods, input tax credit availed, then accounts of output tax payable, then details of output tax paid and such other details as may be prescribed. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിങ് റെക്കോർഡുകളിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. ഇലക്ട്രോണിക് ഫോർമാറ്റിലാണെങ്കിലും മാനുവൽ ഫോമിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കണമെന്നാണ് CGST റൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് പ്രൊഡക്ഷൻ ഓഫ് മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്, പ്രധാനമായിട്ട് എന്താ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഇൻവേർഡ് സപ്ലൈ, ഔട്ട്വേർഡ് സപ്ലൈ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ദെൻ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി, ഔട്ട്പുട്ട് ടാക്സ് പെയ്ഡ് ആൻഡ് സച്ച് അതർ ഡീറ്റെയിൽസ്. ഇതുപോലുള്ള അതർ ഡീറ്റെയിൽസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ ഡീറ്റെയിൽസും ഇതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സും അതുപോലെ അക്കൗണ്ട് ബുക്കുകളും അക്കൗണ്ട്സും ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് സെക്ഷൻ 35 റൂൾ 56 കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഏതൊക്കെ അക്കൗണ്ട് ബുക്കുകളാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ദെൻ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു പീരീഡ് ഫോർ വിച്ച് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ്. പീരീഡ്സ് ഇപ്പോൾ ഏത് കാലാവധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇപ്പം എത്ര കാലാവധിയിലേക്ക് അക്കൗണ്ട് ബുക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം,
ഒരു ഫിനാൻഷ്യൽ ഇയർ വന്നു കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ എത്ര കാലത്തേക്ക് ഈ അക്കൗണ്ട് ബുക്കുകളും മറ്റ് റെക്കോർഡുകളും സൂക്ഷിച്ചിരിക്കണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 36-ലാണ്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഓബ്ലിഗേറ്ററി ടു കീപ് ആൻഡ് മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് പെർ സെക്ഷൻ 35. അപ്പം സെക്ഷൻ 35-ലാണ് പറഞ്ഞിരിക്കുന്നത് ഓബ്ലിഗേഷൻസ് റിഗാർഡിംഗ് ദി മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്, അതുപോലെ അക്കൗണ്ട് ബുക്സും മറ്റ് റെക്കോർഡ്സും ഒക്കെ സെക്ഷൻ 35-ലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 35 പ്രകാരം ഓബ്ലിഗേഷനുള്ള വ്യക്തികൾ അവർ സെക്ഷൻ 35 പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സും അക്കൗണ്ട് ബുക്കുകളും ഷാൽ കീപ്പ് ഇറ്റ് ഫോർ 72 months. ഇപ്പം സെക്ഷൻ 36 പറഞ്ഞിരിക്കുന്നത് എന്താ? സെക്ഷൻ 35 പ്രകാരം അക്കൗണ്ട് ബുക്കുകളും അല്ലെങ്കിൽ അക്കൗണ്ട്സും മറ്റ് റെക്കോർഡ്സും ഒക്കെ സൂക്ഷിക്കുന്ന ആളുകൾ സെക്ഷൻ 36 പ്രകാരം ഇവ 72 മാസമെങ്കിലും സൂക്ഷിച്ചിരിക്കണം. അപ്പം മിനിമം ഒരു 6 വർഷം അക്കൗണ്ട് ബുക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് റെക്കോർഡ്സും സൂക്ഷിക്കണമെന്നാണ് സെക്ഷൻ 36-ൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഹൗവർ ഇൻ കേസ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ who is a party to an appeal or revision or any other proceedings before any appellate authority or revisional authority or appellate tribunal or court. However, എന്നിരുന്നാൽ ഒരു അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട കേസുള്ള ഒരു വ്യക്തി, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്താണ്, അയാൾ റിട്ടേണുമായിട്ടോ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റിയുമായിട്ടോ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് അപ്പലേറ്റ് അതോറിറ്റിയുടെ അടുത്താണെങ്കിലും ഓർ ഈവൻ ഇൻ എ കോർട്ട് ഓഫ് ലോ, ദെൻ ഓർ ഈസ് അണ്ടർ എൻക്വയറി ഫോർ ആൻ ഒഫൻസ്, ഇനി അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഒഫൻസിന് പകരമായിട്ട് അല്ലെങ്കിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഒഫൻസിന് എതിരായിട്ട് ഒരു ഒഫൻസ് പ്രകാരം ഒരു എൻക്വയറി നേടുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എങ്കിൽ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻ ഫോർ എ പീരീഡ് ഓഫ് 1 year ആഫ്റ്റർ ദി അൾട്ടിമേറ്റ് ഡിസ്പോസൽ ഓഫ് ദി കേസ് or for a period of 6 years whichever is later. അങ്ങനെ ഒരു കേസ് ഫേസ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു അപ്പീൽ കൊടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ വന്ന് 1 വർഷം, ഫൈനൽ ഡിസിഷൻ വന്ന് 1 വർഷത്തേക്കും കൂടി റെക്കോർഡ് സൂക്ഷിക്കാനുള്ള ഒരു കടമയുണ്ട്. ഇനി അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇതിൽ എന്താണ് ടോട്ടൽ 6 years, ടോട്ടൽ 6 years. അത് whichever is later, ഇത് ഏതാണോ അവസാനം വരുന്നത്, വിച്ചെവർ ഈസ് ഏർലിയർ അല്ല, വിച്ചെവർ ഈസ് ലേറ്റർ. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് 1 വർഷം, ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്ന 5 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ 6 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ വീണ്ടും 1 കൊല്ലം വെയിറ്റ് ചെയ്യണം. ഇനി ഒരു 4 വർഷം, ഒരു 4 വർഷത്തിനുള്ളിലാണ് ഇത് വരുന്നതെങ്കിൽ, ഡിസിഷൻ വരുന്നെങ്കിൽ എന്താ 1 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്താൽ പോരാ, 6 കൊല്ലം കംപ്ലീറ്റ് ആയതിനു ശേഷമേ ഈ റിപ്പോർട്ട്സ് ഒക്കെ അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ബുക്കുകളൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റ് വരുന്നുള്ളൂ. ദെൻ മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ റൂൾ 56. പ്രൊവിഷൻസ് സെക്ഷൻ 36-ലും ഇതിൻ്റെ കൺസേൺ റൂൾ പറഞ്ഞിരിക്കുന്നത് 56-ലുമാണ്. റൂൾ 56. റൂൾ 56-ൽ അക്കൗണ്ട് ബുക്കുകളും മറ്റ് റെക്കോർഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രൊസീജിയർ തന്നിട്ടുണ്ട്. അതിൽ സബ് റൂൾ 1, ടാക്സ് പേയേഴ്സ് ആർ ലയബിൾ ടു കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ എ ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട് ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ടഡ് ഓർ എക്സ്പോർട്ടഡ് ഓർ സപ്ലൈസ് അട്രാക്ടിംഗ് പേയ്മെന്റ് ഓഫ് ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ് along with the relevant documents including invoices, bills of supply, delivery challans, credit notes, debit notes, receipt vouchers, payment vouchers and refund vouchers. എന്താ ടാക്സ് പേയേഴ്സ്, ഇപ്പം GST ടാക്സ് പേയേഴ്സ് ആർ ലയബിൾ ടു കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ a true and correct account of the goods or service imported or exported or supplies attracting payment. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ടാക്സ് പേയ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിൻ്റെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് വേണം, ഇൻവോയ്സസ് വേണം, ബിൽസ് ഓഫ് സപ്ലൈ വേണം, ഡെബിറ്റ് നോട്ട് വേണം, ക്രെഡിറ്റ് നോട്ട് വേണം, ദെൻ റെസീറ്റ് വൗച്ചേഴ്സ് വേണം, അതുപോലെ തന്നെ എന്താണ് പേയ്മെൻറ്റ് വൗച്ചേഴ്സ് ആൻഡ് റീഫണ്ട് വൗച്ചേഴ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റുകളും വൗച്ചേഴ്സും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ആസ് പെർ CGST റൂൾ 56 സബ് റൂൾ 1. അഗെയിൻ സബ് റൂൾ 2, all registered person other than a person paying tax under section
10. സെക്ഷൻ 10 പ്രകാരം അല്ലാതെ ടാക്സ് പേ ചെയ്യുന്ന മറ്റെല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും. സെക്ഷൻ 10 പ്രകാരം വന്നു കഴിയുമ്പോൾ ആരാണ്? കോമ്പസിറ്റ് ലെവി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നയാളാണ്. അപ്പം കോമ്പസിറ്റ് ലെവി അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലാത്ത മറ്റെല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും ഷാൽ മെയിൻറ്റെയിൻ ദി അക്കൗണ്ട്സ് ഇൻ ദി സ്റ്റോക്ക് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് റിസീവ്ഡ് ആൻഡ് സപ്ലൈഡ് ബൈ ഹിം ആൻഡ് സച്ച്. സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 10 പ്രകാരം അല്ലാതെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റെല്ലാ ടാക്സ് പേയേഴ്സും സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വൗച്ചേഴ്സും സൂക്ഷിച്ചിരിക്കണം. ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഓപ്പണിംഗ് ബാലൻസ്, റെസിപ്റ്റ്, ദെൻ ക്ലോസിംഗ് ബാലൻസ്, ദെൻ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗുഡ്സ് ലോസ്റ്റ്, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട വൗച്ചേഴ്സും ബിൽസും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സ്റ്റോക്ക് നമ്മൾ ബാലൻസ് കാണിക്കുമ്പോൾ എന്താണ്? റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ എല്ലാം സ്റ്റോക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. ഇത് സബ് റൂൾ 2-ൽ പറഞ്ഞിരിക്കുന്നതാണ്. റൂൾ 56 സബ് റൂൾ 2. ദെൻ അടുത്ത സബ് റൂൾ 3 ആണ്. ദേ ഷുഡ് കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് അക്കൗണ്ട് ഓഫ് അഡ്വാൻസസ് റിസീവ്ഡ്, പെയ്ഡ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് ദെയർ ടു. ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്വാൻസസ് കരസ്ഥമാക്കുന്നുണ്ടെങ്കിൽ, അഡ്വാൻസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അഡ്വാൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു സെപ്പറേറ്റ് അക്കൗണ്ട് സൂക്ഷിച്ചിരിക്കണം. അപ്പം രജിസ്റ്റേർഡ് പേഴ്സൺസ് ഓർ ടാക്സ് പേയേഴ്സ് ഷുഡ് കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് അക്കൗണ്ട് ഓഫ് അഡ്വാൻസസ് റിസീവ്ഡ്, അഡ്വാൻസസ് പെയ്ഡ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ദെയർ ടു. അഡ്വാൻസുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രത്യേക അക്കൗണ്ട്, സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇത് സബ് റൂൾ 3-ൽ പറഞ്ഞിരിക്കുന്നതാണ്. ദെൻ സബ് റൂൾ 4. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ എ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ സെക്ഷൻ 10. ഇവിടെ കോമ്പസിറ്റ് ലെവി ടാക്സ് പേയേഴ്സിന് സെപ്പറേറ്റ് പ്രൊവിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റെല്ലാ ടാക്സ് പേയേഴ്സിനും ഒരൊറ്റ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷാൽ കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ an account containing the details of tax payable, tax collected and paid, input tax credit claim, together with a register of tax invoice, credit notes, debit notes, delivery chellan issued or received during any tax period. Every registered person other than a person paying tax under section 10, സെക്ഷൻ 10 പ്രകാരം അല്ലാതെ ടാക്സ് പേ ചെയ്യുന്ന എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും ഷാൽ കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ an അക്കൗണ്ട്. എന്തുമായിട്ടാണ്? കണ്ടെയ്നിങ് ദി ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പേയബിൾ, ടാക്സ് കളക്റ്റഡ് ആൻഡ് പെയ്ഡ്, പേയബിൾ, കളക്റ്റഡ് ആൻഡ് പെയ്ഡ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ്, then again together with the register of tax invoice, then credit notes, debit notes, delivery chellan. ടാക്സുമായിട്ടും ബിസിനസ്സുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും, എല്ലാ റെക്കോർഡ്സും, എല്ലാ വൗച്ചേഴ്സും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ അതൊരു സെപ്പറേറ്റ് അക്കൗണ്ട് വേണം. ആ അക്കൗണ്ടിൽ ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുകയും അതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന എല്ലാ ചെല്ലാൻസും എല്ലാ വൗച്ചേഴ്സും സൂക്ഷിക്കുകയും ചെയ്യണം. ദാറ്റ് ഈസ് ആസ് പെർ സബ് റൂൾ 4. ദെൻ സബ് റൂൾ 5 എന്താ പറയുന്നത് നോക്കാം. All registered persons shall keep the particulars of names and complete address of suppliers from whom he has received the goods or services chargeable to tax under the Act. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും, രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും, ഇൻക്ലൂഡിംഗ് എ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 10, അതിനെന്താ കോമ്പസിറ്റ് ലെവിക്കും ബാധകമാണ്. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും എന്താണ്? ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ കീപ് ദി പർട്ടിക്കുലേഴ്സ് ഓഫ് names and complete address of the supplier from whom has received the goods and services chargeable to tax under the Act. Then B, names and complete address of the person to whom the has supplied goods and services. അപ്പം എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും അവരാരിൽ നിന്നൊക്കെയാണോ സപ്ലൈ സ്വീകരിക്കുന്നത്, അപ്പം അങ്ങനെയുള്ളവരുടെ നെയിംസ് ആൻഡ് കംപ്ലീറ്റ് അഡ്രസ് ഓഫ് സപ്ലയേഴ്സ് ഫ്രം ഹൂം ഹി ഹാസ് റിസീവ്ഡ് ഗുഡ്സ്. അപ്പം ആരിൽ നിന്നൊക്കെയാണോ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് അവരുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരിക്കണം. നെയിം, അഡ്രസ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഒരു സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നെയിം ആൻഡ് കംപ്ലീറ്റ് അഡ്രസ് ഓഫ് ദി പേഴ്സൺ ടു ഹൂം ഹി ഹാസ് സപ്ലൈഡ് ഗുഡ്സ് ഓർ സർവീസസ്. ഇപ്പോൾ റിസീവ് ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന കേസിൽ
ഇത് ആരിൽ നിന്നാണോ റിസീവ് ചെയ്യുന്നത്, ആർക്കാണോ സപ്ലൈ ചെയ്യുന്നത്, അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പേരും കംപ്ലീറ്റ് അഡ്രസ്സും സൂക്ഷിച്ചിരിക്കണം, റെക്കോർഡ്സ് കണ്ടിരിക്കണം. ദെൻ ദി കംപ്ലീറ്റ് അഡ്രസ് ആൻഡ് premises where goods are stored by him, including goods stored during transit along with the particulars of the stock stored therein. എവിടെയൊക്കെയാണോ സ്റ്റോക്ക് സൂക്ഷിക്കുന്നത്, ഇനി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിലുള്ള ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് വേണം, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. ദെൻ സബ് റൂൾ 5 വീണ്ടും ABC എന്ന് 3 പിരിവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ സബ് റൂൾ 6 എന്താണ്? ടാക്സ് പേയർ ഷുഡ് കീപ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദി പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. ഇപ്പോൾ എല്ലാ ടാക്സ് പേയേഴ്സും അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ബുക്സ് പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ടതാണ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലാണ്. ദെൻ ആൻഡ് ബുക്സ് ഓഫ് അക്കൗണ്ട് റിലേറ്റിംഗ് ടു അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് മെൻഷൻഡ് ഇൻ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഇപ്പോൾ രജിസ്ട്രേഡ് പേഴ്സണിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നുണ്ട്, അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഡീഷണൽ പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് ബുക്കുകളും ഡോക്യുമെൻസും അതാത് പ്ലേസുകളിൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, സൂക്ഷിക്കാനായിട്ട്. ആൻഡ് സച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട് ഷാൽ ബി ഇൻക്ലൂഡ് എനി ഇലക്ട്രോണിക് ഫോം ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഓർ എനി ഇലക്ട്രോണിക് ഡിവൈസ്. ഈ റെക്കോർഡ്സിൻ്റെ അകത്ത് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കുന്ന ഡേറ്റയും ഡിവൈസുകളും എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. ജനറലി ഒരു രജിസ്ട്രേഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഡ് ടാക്സ് പെയർ എന്താണ്, അയാളുടെ അക്കൗണ്ട് ബുക്കുകൾ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലായിരിക്കണം സൂക്ഷിക്കുന്നത്. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ അകത്ത് മറ്റ് പ്ലേസ് ഓഫ് ബിസിനസ് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലെ റെക്കോർഡ്സ് അതാത് പ്ലേസുകളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ദെൻ 7 എനി എൻട്രി ഇൻ രജിസ്റ്റേഴ്സ് അക്കൗണ്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ് ഷാൽ നോട്ട് ബി ഇറേസ്. നമ്മൾ ഈ രജിസ്റ്ററിലുള്ള അക്കൗണ്ടുകളിലോ ഡോക്യുമെൻറ്റുകളിലോ ഒക്കെ എന്തെങ്കിലും എൻട്രി നടത്തി കഴിഞ്ഞാൽ അതൊന്നും മായ്ക്കാനോ അല്ലെങ്കിൽ വെട്ടിത്തിരുത്താനോ ഓവർറൈറ്റ് ചെയ്യാനോ പാടില്ല. അതർവൈസ് ദാൻ ദോസ് ഓഫ് ക്ലറിക്കൽ നേച്ചർ. ഇനി ക്ലറിക്കൽ നേച്ചറിൽ വരുന്ന എന്തെങ്കിലും ആണെങ്കിൽ അത് ചെയ്യാവുന്നതാണ്, അതല്ലാതെ മറ്റൊരു രീതിയിലുമുള്ള കറക്ഷൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല. ദെൻ ആൻ എൻട്രി ഇൻ രജിസ്റ്റേഴ്സ് അക്കൗണ്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഷാൽ നോട്ട് ബി ഇറേസ്ഡ്, overwritten and all incorrect entries otherwise than those of clerical nature shall be scored out under attestation, and thereafter the correct entries shall be recorded, and where the registers and other documents are maintained electronically, a log of every entry edited shall be maintained. അതിൻ്റെ ഒരു പ്രോപ്പർ പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ കറക്ഷൻസ് വരുത്താവുള്ളൂ. എൻട്രി ഒക്കെ എന്താ, അത് കറക്റ്റ് ചെയ്തിട്ട് റെക്ടിഫൈങ് എൻട്രി ആയിരിക്കണം കൊടുക്കുന്നത്. അതിൻ്റെ ആ CGST ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ കറക്ഷൻസ് വരുത്താൻ പാടുള്ളൂ. ദെൻ 8 ഈച്ച് വോളിയം ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ മാനുവലി ബൈ ദ രജിസ്ട്രേഡ് പേഴ്സൺ ഷാൽ ബി സീരിയലി നമ്പേർഡ്. ഇൻ ഇലക്ട്രോണിക് വേയിലല്ല, ഇലക്ട്രോണിക് ഫോർമാറ്റിലല്ല, മാനുവൽ ഫോർമാറ്റിലാണ് അക്കൗണ്ട് ബുക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ മാനുവലി സൂക്ഷിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ അതെന്താണ്, സീരിയലി നമ്പർ ചെയ്തിരിക്കണം. ഈച്ച് വോളിയം ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ മാനുവലി ബൈ ദി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ബി സീരിയലി നമ്പേർഡ്. മാനുവൽ ആയിട്ടാണ് നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തതെങ്കിൽ അത് സീരിയലി നമ്പർ ചെയ്തിരിക്കണം. 1 to 3 സീരിയൽ നമ്പർ കൊടുത്തിരിക്കണം, ഒന്നിന് പുറകെ ഒന്നായിട്ട്. Then if any documents, registers or any books of accounts belong to a registered person are found at any premises other than those mentioned in the certificate of registration, they shall be presumed to be maintained by the said registered person. ഇനി ഈ ഡോക്യുമെൻറ്റുകളൊക്കെ മറ്റെവിടെയെങ്കിലുമാണ് കാണുന്നത്, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലോ അല്ല, ഇതെവിടെ വെച്ച് കാണുന്നു, ഇതെവിടെ കണ്ടെത്തിയാലും എന്താണ്, ആ രജിസ്റ്റേർഡ് പേഴ്സൺ സൂക്ഷിക്കുന്നതായിട്ടായിരിക്കും കണക്കാക്കുന്നത്. നിയമപ്രകാരം പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലോ അല്ലെങ്കിൽ അതർ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ അവിടങ്ങളിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഇനി അതല്ല മറ്റെവിടെയെങ്കിലുമാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അത് രജിസ്റ്റേർഡ് പേഴ്സൺ റെക്കോർഡുകൾ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് കണക്കാക്കും. ദെൻ സബ് റൂൾ 10 every registered person manufacturing goods shall maintain monthly production accounts.
ഈ സാധനങ്ങൾ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയിൽ, പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസ് ആണ് എങ്കിൽ he shall maintain monthly production accounts showing quantitative details of raw material or services used in the manufacture and quantitative details of goods so manufactured including the waste and byproducts thereof. ഇപ്പോൾ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസ് ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് യൂസ്ഡും മറ്റ് സർവീസിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം. അതിൻ്റെ സ്റ്റോക്ക് ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ ഇനി 11, എവരി രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് ദി സർവീസസ്, മാനുഫാക്ചറിങ് അല്ല സപ്ലൈയിങ് സർവീസ് ആക്ടിവിറ്റിയിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഷാൽ മെയിൻറ്റെയിൻ ദി അക്കൗണ്ട് ഷോയിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് യൂസ് ഇൻ ദി പ്രൊവിഷൻ ഓഫ് സർവീസസ്. സർവീസസിൻ്റെ പ്രൊവിഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡ് കാണിച്ചിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം. Details of input services utilized and the services supplied. Then the records under the provision should be maintained in electronic form. ഈ എല്ലാ റെക്കോർഡുകളും എല്ലാ അക്കൗണ്ടുകളും മാനുവൽ ഫോമിൽ സൂക്ഷിക്കുന്നതിന് പുറമെ ഇലക്ട്രോണിക് ഫോർമാറ്റിലും സൂക്ഷിച്ചിരിക്കണം. So maintain shall be authenticated by the means of digital signature. അപ്പം നമ്മളെന്താ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ റെക്കോർഡുകളോ അക്കൗണ്ട് ബുക്കുകളോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇലക്ട്രോണിക് ഫോർമാറ്റ് ഉപയോഗിച്ച് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കണം.